ഇസ്ലാമിനും കമ്മ്യൂണിസത്തിനും പൊതുവിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ജനാധിപത്യമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. അത് പറയുന്നതിൽ വേജാറുണ്ട്, പക്ഷെ സത്യമാണ്. കാരണം ഇസ്ലാമിലെ ഈ സുന്നി ഷിയ സംഘർഷത്തിന്റെ തുടക്കം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എന്താ സത്യത്തിൽ സംഭവിക്കുന്നത്? 632 സിയിൽ മുഹമ്മദ് മരണപ്പെടുകയാണ്. മുഹമ്മദിന് ഒരു ജൂത സ്ത്രീ ആട്ടിൻ ഇറച്ചിയിൽ വിഷം ചേർത്ത് കൊടുക്കുന്നു. മുഹമ്മദ് അത് കഴിക്കുന്നു. മുഹമ്മദ് വളരെയധികം കഴിവുകളൊക്കെ ഉള്ള മനുഷ്യനായതുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഐശാര മടിയിൽ കിടന്ന് മുഹമ്മദ് മരിക്കാൻ പോകുന്നതിന് മുമ്പ് മുഹമ്മദ് അവസാനമായിട്ട് പറയുന്നത് വളരെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വാചകമാണ്. മരിക്കാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞ് നിങ്ങൾ ജൂതന്മാരെ ക്രിസ്ത്യാനികൾ വെറുതെ വിടരുത്, അതാണ് പറഞ്ഞത്. അപ്പോ അതിനുശേഷം എന്ത് സംഭവിച്ചു? മുഹമ്മദിന്റെ ഡെഡ് ബോഡി എടുത്ത് കുഴിച്ചിടുന്നതിനേക്കാളും മുമ്പ് അടി തുടങ്ങി. എന്തിനു വേണ്ടിയാ? ഇസ്ലാമിന്റെ പിന്തുടർച്ചയ്ക്ക് വേണ്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും ജനാധിപത്യ വിശ്വാസികളാണെങ്കിൽ ഇവര് ഇരിക്കി നമുക്ക് സംസാരിക്കാന്നല്ല പറഞ്ഞ് ചായയെല്ലാം കുടിച്ച് വിരിയല്ല വേണ്ട. ഇവർ അങ്ങനല്ല ചെയ്തത്. ഇവർ ചെയ്തത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 50 കൊല്ലം എന്ന് പറഞ്ഞാൽ രക്തരൂചിതമായ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. റാഷിദും കാലിഫേറ്റ് എന്ന് പറയും. അതായത് 50 വർഷത്തിനുള്ളിൽ ഇവരെല്ലാവരും കൂടി തല്ലിപ്പിരിഞ്ഞ് ഈ പറയുന്ന ഇസ്ലാമിന്റെ വലിയ പ്രതിപുരുഷന്മാരെല്ലാം കൊല്ലപ്പെട്ട രീതി കണ്ടു കഴിഞ്ഞാൽ കണ്ണിന് വെള്ളം വരും. അതായത് പുലർച്ചയ്ക്ക് ഒട്ടകത്തിനും കൊണ്ട് വെള്ളം കൊടുക്കാൻ പോയപ്പോ കൗത്തിന് വെട്ടിക്കൊന്നാള്, നിസ്കരിക്കാൻ സുജൂദിൽ നിന്നപ്പോ പറകുന്ന് കുത്തിക്കൊന്നാള്, അങ്ങനെല്ലാണ് ഇവരെല്ലാം കൊല്ലപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇസ്ലാമിന് എന്തില്ല? ഇസ്ലാമിന് ജനാധിപത്യമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നല്ല പറയുന്ന പാർട്ടി ഉണ്ട്. അത് എന്തുകൊണ്ട് ഉണ്ട് എന്ന് വെച്ചാൽ ഗതികേട് കൊണ്ടുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഗതികേട് കൊണ്ട് മാത്രമേ ഇവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായിട്ട് മുന്നോട്ട് പോകണയാണ്. ഇസ്ലാമും ജനാധിപത്യവും തമ്മിൽ യാതൊരു ബന്ധവും